അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അരിതമെറ്റിക് സീക്വൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്, എങ്കിലും നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവുള്ളൂ കേട്ടോ. സോ കോമൺ ഡിഫറൻസ് എന്താണെന്നും കോമൺ ഡിഫറൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, കുറയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഞാനവിടെ ഡീറ്റെയിലോട്ട് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടു ടേംസ് ഇൻ എ സ്പെസിഫിക് പൊസിഷൻസ് ഓഫ് സം അരിതമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ. Below, write the first 5 terms of each sequence. ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചയ സ്ഥാനത്തുള്ള പദങ്ങളുടെ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളാണ്. ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ 5 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യത്തെ ടേമോ രണ്ടാമത്തെ ടേമോ അങ്ങനെ അടുത്തടുത്തുള്ള ടേമുകളല്ല തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ തരുവാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ അവർ കുറച്ചൊരു നേരെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ കോമൺ ഡിഫറൻസ് 3, 4, 5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടേംസ് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ടേം 34 എന്നും സിക്സ്ത് ടേം 67 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1, 2, 3, 4, 5 ഓൾറെഡി അവിടെ 3 തന്നിട്ടുണ്ട്. 2ഉം 1ഉം അതുപോലെ 4ഉം 5ഉം കണ്ടുപിടിക്കണ്ടേ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് അടുത്തടുത്തുള്ള ടേം ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? കോമൺ ഡിഫറൻസ് കുറച്ചിട്ട് കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എടുത്ത് എഴുതുകയാണ്. തേർഡ് ടേം ഫോർ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് ടേമിൽ നിന്ന് സിക്സ്ത് ടേം ആകണം എന്നുണ്ട് വെച്ചെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എഴുതുകയാണ്. x3യുടെ കൂടെ എത്രയോ d കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? x6 കിട്ടുന്നത് അല്ലേ? അത് എത്രയാണെന്ന് ഇങ്ങനെ 3യുടെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്? 3 ആണ് അല്ലേ? സോ x3 + 3d = x6 ആണ്. അങ്ങനെയാണെങ്കിൽ x3 നമുക്ക് തന്നിട്ടുണ്ടല്ലോ. x3 എത്ര തന്നിരിക്കുന്നത്? 34 പ്ലസ് 3d നമുക്കറിയില്ല, d അതുപോലെ തന്നെ ഞാൻ എഴുതി = x6 നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 67. ഓക്കെ, ഇനി 3d കണ്ടുപിടിക്കാൻ വേണ്ടി 34ന് എന്ത് ചെയ്യുക? ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. 34ന് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആരുമില്ല. ബാക്കി എന്തേ ഉള്ളൂ? ഒരു പ്ലസ് 3d ആണുള്ളത്. പ്ലസ് 3d ഞാൻ അതുപോലെ എഴുതി. അത് കഴിഞ്ഞാൽ ബാക്കി ഈക്വൽ സൈൻ ഉണ്ട്. 67 ഞാൻ അതുപോലെ ഇറക്കി എഴുതി. അങ്ങോട്ട് ആര് വന്നു? 34 വന്നു. 34 വരുമ്പോൾ അത് എന്തായിട്ട് മാറും? പ്ലസ് 34ൻ്റെ എന്തായിട്ട് മാറും? -34 ആവും. സോ 67 - 34 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. 3 കുറയ്ക്കുമ്പോൾ 3 കുറയ്ക്കുമ്പോൾ 3 എന്ന് കിട്ടും. സോ എത്ര ആൻസർ കിട്ടും? 33 എന്ന് കിട്ടും. സോ എന്താ? 3d = 33. അങ്ങനെയാണെങ്കിൽ d നമുക്ക് കണ്ടുപിടിക്കണം. d എങ്ങനെ കണ്ടുപിടിക്കുക? d = 33. ഈ ഡിവൈഡഡ് ബൈ 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 3 ആയിട്ട് മാറും. 33 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 11 എന്ന് കിട്ടും. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താ? കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത് അല്ലേ? സോ കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിതമെറ്റിക് സീക്വൻസ് എഴുതി കൂടെ? ആദ്യത്തെ 5 ടേം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടെന്ന് അല്ല നമുക്ക് കോമൺ ഡിഫറൻസ് കൂട്ടി പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? തേർഡ് ടേം തന്നിട്ടുണ്ട് ഇല്ലേ? ഞാൻ വരയ്ക്കുകയാണ്. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എനിക്കറിയത്തില്ല. തേർഡ് ടേം എത്രയെന്നറിയാം? 34 ആണെന്നറിയാം. ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേം എനിക്കറിയത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ x4 കണ്ടുപിടിക്കണം. x5 കണ്ടുപിടിക്കണം. x3യുടെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അല്ലേ? സോ ഞാനിവിടെ എഴുതാണ്. x3 + d ആണ് എന്തെന്ന് പറയുന്നത്? x4. x3 എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം? x3 നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? 34 പ്ലസ് d എന്ന് പറയുന്നത് എത്ര? 11 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് വെച്ചെങ്കിൽ 34 + 11, 4 + 1 5, 3 + 1 4, 45 എന്ന് കിട്ടും അല്ലേ? സോ x4 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 45 എന്ന് കിട്ടി. ഇനി x5 കണ്ടുപിടിക്കണമെങ്കിലോ? ഒന്ന് നോക്കിക്കേ. x5 കണ്ടുപിടിക്കണമെങ്കിൽ x4ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടിയാൽ മതി? d കൂട്ടിയാൽ മതി അല്ലേ? കണ്ടോ, ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി? d കൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x4 + d = എന്ത് കിട്ടും? x5 കിട്ടും അല്ലേ? x4 നമ്മളിപ്പോൾ എത്രയെന്ന് കണ്ടുപിടിച്ചു?
45 ആണെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ഡി ആയി എത്ര കൂട്ടണം? 11 കൂട്ടണം. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x5 കിട്ടും. സോ 45 പ്ലസ് 11, 5 പ്ലസ് 1 6, 4 പ്ലസ് 1 5, 56 എന്ന് കിട്ടും. സോ x5 എന്ന് പറയുന്നത് എത്ര കിട്ടി? x5 ഈസ് ഈക്വൽ ടു 56. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് x2 കണ്ടുപിടിക്കണം, x1 കണ്ടുപിടിക്കണം. x2 കണ്ടുപിടിക്കണമെങ്കിൽ x3യിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡി കുറച്ചാൽ മതി അല്ലേ? സോ ഞാൻ എഴുതുകയാണ്, x3 മൈനസ് ഡി ആണ് എന്തെന്ന് പറയുന്നത്? x2 എന്ന് പറയുന്നത്. x3 എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് തന്നിട്ടുണ്ട് 34 ആണ് തന്നിട്ട്. മൈനസ് ഡി എന്ന് പറയുന്നത് 11 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x2 എന്ന് കിട്ടും. സോ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 34 മൈനസ് 11 എന്ന് കിട്ടും. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 എന്ന് കിട്ടും. 3ൽ നിന്ന് 1 കുറച്ച് 2 എന്ന് കിട്ടും. എത്ര കിട്ടും? 23 എന്ന് കിട്ടും. സോ x2 ഈസ് ഈക്വൽ ടു 23. ഓക്കെ ആണല്ലോ. ഇനി x1 കണ്ടുപിടിക്കണം. ഇപ്പം കിട്ടിയ x2ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡി കുറച്ചാൽ മതി അല്ലേ? സോ ഞാൻ വീണ്ടും എഴുതാണ്, x2 മൈനസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x1 കിട്ടും. x2 എന്ന് പറയുന്നത് 23 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 11 കുറച്ചാൽ എന്ത് കിട്ടും? x1 കിട്ടും. സോ 23 മൈനസ് 11 ഇസ് ഈക്വൽ ടു 23ൽ നിന്ന് 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടും. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 എന്ന് കിട്ടും. 12 എന്ന ആൻസർ കിട്ടും. സോ x1 ഈസ് ഈക്വൽ ടു 12 എന്ന ആൻസർ കിട്ടും. സ്റ്റെപ്പ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അധികം ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ സിമ്പിളാണ്. ഒരേ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഒക്കെ എന്ത് തന്നെയാണ്? സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. നന്നായിട്ട് കാണുക, മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. നോക്കി, തേർഡ് ടേം 43യും 6th ടേം 76. ഇതാണ് തന്നേക്കുന്നത്. ഇപ്പം ചെയ്ത് അതേപോലെ തന്നെ തേർഡിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 6th ടേം കിട്ടുന്നത്? 3D അല്ലേ? 3ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുകയാണ്, x3 പ്ലസ് 3D ഈസ് ഈക്വൽ ടു 6x6. ഓക്കെ ആണല്ലോ. x3 എന്ന് പറയുന്നത് 43 എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലസ് 3D ഈസ് ഈക്വൽ ടു x6 എന്ന് പറയുന്നത് 76 ആണ്. ഓക്കെ, ഇനി 3D കണ്ടുപിടിക്കാം. ഡി ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് കൂട്ടുന്ന എത്ര കുറയ്ക്കുന്ന എത്രയെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? 43നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? 3D ഈസ് ഈക്വൽ ടു 76 മൈനസ് 43 അല്ലേ? സോ 76ൽ നിന്ന് 43 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ 6ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. 7ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 തന്നെ കിട്ടും. അതും നമുക്ക് എന്തെന്ന് കിട്ടി? 33 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3D ഈസ് ഈക്വൽ ടു 33 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഈസ് ഈക്വൽ ടു ഈ 33നെ ഇവിടെ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. നേരത്തെ അതേ സെയിം കോമൺ ഡിഫറൻസ് തന്നെയാണ് ഇതിനും കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 5 ടേംസ് കണ്ടുപിടിക്കാം അല്ലേ? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 43. നാലാമത്തെ, അഞ്ചാമത്തെ. ഓക്കെ, സോ x4 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ x3യുടെ കൂടെ എന്ത് കൂട്ടണം? ഡി കൂട്ടണം. സോ x3 എവിടെയാ? x3 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x4 എന്ന് കിട്ടും. x3 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ? എത്രയാ തന്നിരിക്കുന്നത്? 43 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 11 ഈസ് ഈക്വൽ ടു x4 ആണ്. സോ 43 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 4, 5, 54 എന്ന് ആൻസർ കിട്ടും അല്ലേ? സോ x4 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 54 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി x5 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x4നോട് കൂടെ ഡി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? x5 കിട്ടും. ഓക്കെ, സോ x4 എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 54 എന്ന് കണ്ടുപിടിച്ചു. പ്ലസ് ഡി എന്ന് പറയുന്നത് 11 ആണ്. കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? x5 കിട്ടും. സോ 54 പ്ലസ് 11. ഓക്കെ, 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5, 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, സോ x5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 65 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലെ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? x2, x5 കണ്ടുപിടിച്ചു, ഡി കൂട്ടിയപ്പോഴാണ് കിട്ടി. ഇനി x3 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം, x1 കണ്ടുപിടിക്കണം. x2 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? x3യിൽ നിന്ന് ഡി കുറച്ചാൽ മതി അല്ലേ? സോ x3 മൈനസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും?
x2 കിട്ടും അല്ലേ. x3 എന്ന് പറയുന്നത് എത്രയാണ്? 43 ആണ്. മൈനസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ഇസ് ഈക്വൽ ടു x2 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 43 മൈനസ് 11. 3 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 4 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 32 എന്ന് ആൻസർ കിട്ടും. സോ x2 ഇസ് ഈക്വൽ ടു 32. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? അടുത്തത് x1 കണ്ടുപിടിക്കണം അല്ലേ. x1 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? x2 നിന്ന് x2 മൈനസ് x2 മൈനസ് ഡി നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും അല്ലേ. സോ x2 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 32 എന്ന് കണ്ടുപിടിച്ചു. 32 മൈനസ് 11 ഈസ് ഈക്വൽ ടു x1. സോ 32 മൈനസ് 11. 2 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. 3 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 21 എന്ന ആൻസർ കിട്ടും. ഓക്കെ. സോ x1 ഈസ് ഈക്വൽ ടു 21. നമ്മൾ ആ സീക്വൻസ് താഴേക്ക് എഴുതണം. അത് മറന്നു പോകരുത് കേട്ടോ. ആദ്യത്തെ 5 ടേംസ് എഴുതണം. ടീച്ചർമാർ ഇങ്ങനെ കറക്റ്റ് നടന്ന് എവിടെ ഉത്തരം എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ മാർക്ക് ഇടില്ല. സോ അതുകൊണ്ട് നമ്മൾ സീക്വൻസ് നമ്മൾ താഴെ എഴുതണേ. സീക്വൻസ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ടേം എത്രയാണ്? 21. രണ്ടാമത്തെ ടേം എത്രയാണ്? 32. മൂന്നാമത്തെ ടേം 43 നമുക്ക് തന്നിട്ടുണ്ട്. നാലാമത്തെ ടേം 54. അഞ്ചാമത്തെ ടേം 65. ഇങ്ങനെ എഴുതി വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളങ്ങനെ എഴുതിയിട്ടില്ല, അത് എഴുതണേ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയി. ഇനി